നമുക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു അയോധ്യയിൽ നിന്നും. രഞ്ജിത്ത്, അയോധ്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഭക്തി നിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എത്രത്തോളം ഭംഗിയായി ആ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സാധിച്ചു? എന്തൊക്കെയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും അശ്വതി, ഭക്തി നിർഭരമായ ചടങ്ങുകളായിരുന്നു അത്. നമുക്കറിയാം, കുറച്ച് നാളുകളായി എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസം എത്തി എന്നുള്ളതാണ് ഇതിനെ ആ തരത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. VVIPകളുടെ സാന്നിധ്യമടക്കം മോദി, യോഗി ആദിത്യനാഥ് തുടങ്ങിയ പ്രധാന വ്യക്തികളുടെ കാർമ്മികത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടന്നു എന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ. 8000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളും ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിവിശിഷ്ടമായ പൂജാവിധികൾ 11:30 മണിക്ക് ആരംഭിച്ചിരുന്നു. അതിനുശേഷം 11:28-നും 11:30-നും ഇടയ്ക്കുള്ള പ്രത്യേക അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, യോഗി ആദിത്യനാഥ് ഉണ്ടായിരുന്നു, ആനന്ദിബെൻ പട്ടേൽ ഉണ്ടായിരുന്നു, ഒപ്പം RSS സർവ്വസംഘചാലക് മോഹൻ ഭാഗവത് ഉണ്ടായിരുന്നു. എന്നിവരടക്കമുള്ള പ്രമുഖരാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത് അതിവിശിഷ്ടമായ ആ ചടങ്ങിന് ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. കാരണം ഇന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് എന്നുകൊണ്ട് തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമാണ് അകത്തേക്ക് കടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും പുറത്തു നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ വലിയ ജനക്കൂട്ടം പുറത്തുണ്ട്. കാരണം എപ്പോൾ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കും ആ സമയത്ത് ക്ഷേത്രത്തിൽ കയറി ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ അകത്ത് 8000-ഓളം വിശേഷപ്പെട്ട ക്ഷണിക്കപ്പെട്ട അതിഥികളും ഈ വിശിഷ്ട വ്യക്തികളും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്കൊടുവിലാണ് രാംലല്ല വിഗ്രഹത്തിന്റെ കണ്ണ് മൂടിക്കെട്ടിയ പ്രത്യേക വസ്ത്രം അത് അഴിച്ചു മാറ്റിയാണ് പ്രധാനമന്ത്രി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. അതിനുശേഷം വായുസേനയുടെ ഹെലികോപ്റ്ററുകൾ ക്ഷേത്രത്തിന് ചുറ്റും പുഷ്പവൃഷ്ടി നടത്തി. മുഖ്യ യജമാനായ പ്രധാനമന്ത്രി ഇതിന് നേതൃത്വം നൽകി. മോഹൻ ഭാഗവത്, യോഗി, ആനന്ദിബെൻ പട്ടേൽ, ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് തുടങ്ങിയവരും പ്രധാനമന്ത്രിക്കൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. കനത്ത സുരക്ഷാ വലയമാണ് അയോധ്യയിൽ. ഞങ്ങളിപ്പോൾ തിരിച്ചു വരുന്ന വഴിക്കൊന്നും ഞങ്ങളെ 1.5 കിലോമീറ്റർ അകലെ മാത്രമാണ് മാധ്യമപ്രവർത്തകരെ അടക്കം നിർത്തിയിരുന്നത്. ഈ തിരിച്ചു വരുന്ന വഴിയിലും ഇപ്പോൾ ഇവിടെ വലിയ തടസ്സങ്ങളാണ്. നമ്മളെ ആരെയും അങ്ങോട്ടേക്ക് കയറ്റിവിടുന്നില്ല ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക്. നരേന്ദ്രമോദി, യോഗി അടക്കമുള്ളവർ ഈ അയോധ്യ വിട്ടുപോയതിനു ശേഷം മാത്രമായിരിക്കും ക്ഷേത്രത്തിന്റെ സമീപത്തേക്കെങ്കിലും ഒരു പ്രവേശനം ഉണ്ടാകുക എന്നറിയുന്നു. പൂക്കളാലും വർണ്ണവിളക്കുകളാലും അലങ്കരിക്കപ്പെട്ട അയോധ്യയാണ് നമ്മൾ കണ്ടത്. ഓരോ 100 മീറ്റർ സ്ഥലങ്ങളിലും സ്റ്റേജുകൾ കെട്ടി വിവിധ സംസ്ഥാനങ്ങളിലെ കലാപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പഴയ അയോധ്യ നഗരിയിലെ താമസക്കാരെ അല്ലാതെ മറ്റാരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. ഈ നഗരിയിൽ താമസക്കാർക്ക് പോലും പാസ് നൽകിയാണ് പ്രവേശനം നൽകിയിരുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള കാത്തിരുന്ന, അതായത് ബ്രാഹ്മഭക്തർ കാത്തിരുന്ന ഒരു ചടങ്ങിന് പര്യവസാനമായിരിക്കുന്നു. ഇവിടെ മോദിക്കൊപ്പം ആഘോഷിക്കപ്പെടുന്ന 2 പേർ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും തന്നെയാണ്. കാരണം ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും കൂടുതൽ യത്നിച്ച ആളുകൾ എന്ന നിലയിൽ അവർക്ക് 2 പേർക്കും ജയ് വിളിക്കുന്ന നിരവധി ഭക്തരെയും നമ്മൾ ഇവിടെ കണ്ടു. നാളെ മുതലാണ് ഇതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കുന്നത്. പഴയ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും പുതിയ ക്ഷേത്രത്തിൽ, പഴയ താൽക്കാലിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും പുതിയ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഒപ്പം ലക്ഷ്മണ, ശത്രുഘ്ന, ഭരതന്മാരും ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, മൈസൂരിലെ ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ തീർത്തെടുത്ത 51 ഇഞ്ച് നീളമുള്ള വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 5 വയസ്സുള്ള ബാലനായ രാമന്റെ വിഗ്രഹമാണ് ഇത്. നമുക്കറിയാം, രഞ്ജിത്ത് പറഞ്ഞതുപോലെ നാളെ മാത്രമാണ് പൊതുജനങ്ങൾക്ക് അയോധ്യയിലേക്ക് പ്രവേശനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. വലിയ ആകാംക്ഷയോടെ, ഭക്തിയോടെ, വലിയൊരു കാത്തിരിപ്പിന് പരിസമാപ്തിയാകുമ്പോൾ അത്രത്തോളം ആളുകൾ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതല്ലേ? തീർച്ചയായും നാളെ മാത്രമല്ല, നാളെ മുതലാണ് ഇത്രയും ആളുകൾക്കുള്ള, ഈ പൊതുജനങ്ങൾക്കുള്ള ദർശനം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അശ്വതി. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് രാമക്ഷേത്രത്തിലേക്കുള്ള ദർശനം ഉണ്ടാകും. കാരണം നമുക്കറിയാം, 20, 21, 22 തീയതികളിൽ ദർശനം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ദിവസങ്ങളിലൊക്കെ താൽക്കാലിക ക്ഷേത്രത്തിലാണ് ദർശനം ഉണ്ടായിരുന്നത്. ആ താൽക്കാലിക പ്രതിഷ്ഠയിലായിരുന്നു. അവിടെ വന്ന് കണ്ട് മടങ്ങിയവർക്ക് ഇനി പുതിയ ക്ഷേത്രത്തിലേക്ക് എത്താൻ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇന്ന് രാത്രി മുതൽ തന്നെ അവിടെ വലിയ ക്യൂ രൂപപ്പെട്ടെന്നിരിക്കാം. കാരണം ഈ കാത്തുനിന്ന് ഈ പുതിയ ക്ഷേത്രത്തിലെ പുതിയ പ്രതിഷ്ഠയെ കണ്ട് വണങ്ങുക എന്നുള്ള ആഗ്രഹത്തോടെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ ദിവസങ്ങളായി അയോധ്യയിൽ തമ്പടിക്കുന്നവരാണ്. സ്വാഭാവികമായും അവർ അതിനുള്ളൊരു ശ്രമം നടത്തും. അതുകൊണ്ട് നാളെ വലിയ തിരക്കായിരിക്കും. നാളെ മുതൽ വലിയ തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടും. അത് ഏത് തരത്തിൽ ക്ഷേത്ര ട്രസ്റ്റ് അടക്കം മാനേജ് ചെയ്യുമെന്നുള്ളതാണ്
തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കിക്കാണ്ടത്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും അയോധ്യയുടെ വിവിധ മേഖലകളിൽ ലക്നൗ അടക്കമുള്ള സ്ഥലങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും രാവിലെ 11:30 മണിയോടുകൂടിയാണ് പൂജാ ചടങ്ങുകൾ ആരംഭിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി പ്രൗഢഗംഭീരമായി തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുകയും നേതൃത്വം കിരീടവുമായാണ് അദ്ദേഹം ശ്രീകോവിലുള്ളിലേക്ക് കടന്നത്. ശ്രീരാമനുള്ള കിരീടവുമായി നേതൃത്വം നൽകുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ മോഹൻ ഭഗവത് RSS മേധാവി വരുന്നു. തുടർന്ന് ആനന്ദിബെൻ പട്ടേൽ, യോഗി ആദിത്യനാഥ് അടക്കമുള്ള പ്രമുഖരെത്തുന്നു. അങ്ങനെ വളരെ വൈശിഷ്ട്യമായ ഒരു ചടങ്ങ് അതിന്റെ എല്ലാ ഗാംഭീര്യതയോടും കൂടി അവിടെ നടക്കുകയുണ്ടായി. അതിനുശേഷം പ്രധാനപ്പെട്ട അതിഥികൾ അവിടെ എത്തിയവരെ യോഗിയും മോദിയും അഭിസംബോധന ചെയ്തു. യോഗി പറഞ്ഞത്, എവിടെയാണ് രാമനെ പ്രതിഷ്ഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് യോഗി പറഞ്ഞു വെച്ചത്. മോദി ആകട്ടെ ഇതിനെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായി വിശേഷിപ്പിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ രണ്ടുപേർക്കും അഭിമാനകരമായ നിമിഷമാണ്. ഒപ്പം BJPയും വരും തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ പോകുന്ന രാംലല്ലയുടെ പ്രതിഷ്ഠ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. എല്ലാ പൂർണ്ണതയിലും എല്ലാ ഗാംഭീര്യതയിലും ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടി തന്നെയാണ് ഇത് അവിടെ നടക്കുന്നത്. മോദി അല്പസമയത്തിനകം അയോധ്യ വിടും. ഏതാണ്ട് 3:30 മണിയോടുകൂടി അയോധ്യയിൽ നിന്ന് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മോദിയുടെ വാക്കുകൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആ പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വലിയ കാത്തിരിപ്പിനൊടുവിൽ രാമക്ഷേത്രം അതിന്റെ